ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. അപ്പം ഞങ്ങൾ ഉമ്മമ്മയുടെ വീട്ടിലേക്ക് പോവാം കേട്ടോ. ഇവിടുന്ന് കുറച്ച് പോയാൽ മതി, അടുത്താണ് ഉമ്മമ്മയുടെ വീട്. അപ്പോൾ മോൾക്ക് സൈക്കിളിട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അനിയനെ ഇരുത്തിയിട്ട് പോകാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് അമ്മോൻ്റെ മോളാണ്. അപ്പോൾ ഓളെ ഞങ്ങളെ വീട്ടിൽ അവിടെ അമ്മമ്മയുടെ വീടും അമ്മമാരുടെ വീടൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഓളെ ഞങ്ങളെ അടുത്തേക്ക് വന്നതായിരുന്നു. അങ്ങനെ ഉമ്മമാൻ്റെ അടുത്ത് എത്തി. ഉമ്മമാനെങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കണം ഇട്ടാൾ. അപ്പോൾ ഉമ്മമാൻ്റെ അടുത്ത് കുഞ്ഞാമ്മയുണ്ട്, ഉമ്മയുടെ അനിയത്തിയുണ്ട്, അനിയത്തിൻ്റെ മോനൊക്കെ ഉണ്ട്. അപ്പം ഉമ്മമാനെ ഇതിൻ്റെ ഉമ്മയുടെ അമ്മമ്മയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തണം. അപ്പോൾ രണ്ടുപേർക്കും ഇങ്ങനെ ചിരി വരികയാണ്. അപ്പോൾ ഞാൻ ഉമ്മമാൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കുക പറഞ്ഞപ്പോൾ ഉമ്മമാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങിയിരിക്കുന്നതാണ് ഓള്. എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുക ക്യാമറയിൽ നോക്കിയിട്ട്. ഇതൊക്കെ ഉമ്മമാൻ്റെ പൂച്ചയുണ്ട് കേട്ടോ. കുറേ പൂച്ചകളുണ്ട്, ഒരു 4-5 പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. ഉമ്മമ്മ മിഠായി കൊടുത്തിക്കണ ആൾക്ക്. അപ്പോൾ അങ്ങനെ കാണിച്ചു തരാം, എനിക്ക് മിഠായി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഉമ്മമ്മയുടെ ഒരു പാട്ട് എടുത്ത് തരാൻ പറഞ്ഞിട്ട് ഉമ്മമ്മ നന്നായിട്ട് പാട്ടൊക്കെ പാടും. അപ്പം ഉമ്മമ്മ പറയുന്നുണ്ട്, പിന്നെ എനിക്കിങ്ങനെ തൊണ്ടക്ക് വലിയ സുഖമില്ല, അപ്പോൾ പാടാൻ വയ്ക്കൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെറിയൊരു പാട്ട് പാടിത്തരി. ഞാനപ്പോൾ അങ്ങനെ പാട്ട് പാടിത്തരികയാണ് ഞങ്ങൾക്ക്. കുറച്ച് നേരം പാട്ടൊക്കെ പാടി തന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ ഉമ്മമാൻ്റെ പൂച്ചക്കുട്ടികൾ വന്നപ്പോൾ ഉമ്മമ്മ പൂച്ചക്കുട്ടികൾക്ക് അങ്ങനെ ബേക്കറി കൊടുക്കുക കേട്ടോ. അവരെന്തും കഴിക്കണ പരിവാക്കിക്കണം ഉമ്മമ്മ എല്ലാം കൊടുക്കും ഒരിക്കൽ. അപ്പോൾ അവരെന്തും കഴിക്കും. അപ്പോൾ ഉമ്മമ്മ കൊടുക്കണിട്ട് അവരൊക്കെ കൊടുക്കണം കേട്ടോ. ഒക്കെ നാടൻ പൂച്ചക്കുട്ടികളാണ് കേട്ടോ. ഒക്കെ ഉമ്മമാനെ ചുറ്റും പറ്റി ഇങ്ങനെ നിൽക്കുവരെപ്പോഴും. അപ്പോൾ എല്ലാവരും ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക് തിന്നാൻ. അങ്ങനെ ചായയുടെ ഒക്കെ ഒരു വിധമായപ്പോഴത്തിന് ചെറിയൊരു കൂട്ടാനൊക്കെ കൊടുന്നു. പൂളയും ചേമ്പൊക്കെ ഇട്ടുള്ളൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിരുന്നു ഉമ്മമ്മ. അതൊക്കെ കൊടുന്നു തന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇരുട്ടയക്കണ്, വൈകുന്നേരമൊക്കെ വിട്ടിക്കണ്, ഇരുട്ടയക്കണം. അപ്പോൾ ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുകയാണ്.